വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയ ഒരു കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2026 റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്തിരുന്നു, ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്മ പുരസ്കാരങ്ങളെ കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പത്മ അവാർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നൽകുന്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കണം. പത്മ അവാർഡ്സ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സ് ഓഫ് ദ കൺട്രി ആർ കൺഫേർഡ് ഇൻ 3 കാറ്റഗറീസ്. നിങ്ങൾക്ക് അറിയാം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. അപ്പോൾ 3 കാറ്റഗറികളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പത്മ അവാർഡുകൾ നൽകുന്നത്. അത് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. പത്മവിഭൂഷൺ, അതുപോലെ തന്നെ പത്മഭൂഷൺ, പത്മശ്രീ, ഇത്തരത്തിൽ 3 കാറ്റഗറികളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ അവാർഡ് നൽകുന്നത്. ഇത് ഏതൊക്കെ മേഖലകളിലേക്കാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആർട്സ്, അതുപോലെ തന്നെ സാമൂഹ്യ സേവനം, അതായത് സോഷ്യൽ വർക്ക്, പബ്ലിക് അഫെയേഴ്സ്, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മെഡിസിൻ, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ഇങ്ങനെ നിരവധി മേഖലകളിൽ എന്ത് ചെയ്യാറുണ്ട്, പത്മ പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, പത്മ പുരസ്കാരങ്ങൾ 3 കാറ്റഗറികളായിട്ടാണ് നൽകുന്നത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പത്മവിഭൂഷൺ, രണ്ടാമത്തെ കാറ്റഗറി പത്മഭൂഷൺ, മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പത്മശ്രീ. ഇങ്ങനെ 3 കാറ്റഗറികളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. ഇനി 2026 എന്ത് ചെയ്തിരുന്നു, 2026 അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു, നമ്മളുടെ റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്തിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. 131 പത്മ പുരസ്കാരങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ ഒന്ന് ഓർത്ത് വയ്ക്കണം. 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഈ 131 ആളുകളുടെയും പേരുകൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിൽ നിന്ന് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ള ആളുകളുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കേരളത്തിൽ നിന്നും ഈ പത്മവിഭൂഷണോ അല്ലെങ്കിൽ പത്മഭൂഷണോ പത്മശ്രീയോ ലഭിച്ചിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് ഈ വർഷം. അവരെക്കുറിച്ച് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഇന്ത്യയിൽ നിന്ന് എത്ര പേർക്ക്, 131 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പത്മ അവാർഡുകൾ നൽകിയിട്ടുണ്ട്. അതിൽ 19 പേര് വുമൺസ് ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊരു പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ വർഷം 131 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അതിൽ 19 പേർ വനിതകളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ 131 പേർക്ക് എന്ത് ചെയ്തിരുന്നു, പത്മ പുരസ്കാരങ്ങൾ നൽകിയിരുന്നു. അതിൽ 19 വനിതകളുണ്ടായിരുന്നു. ഇനി ഈ 131 എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 5 പത്മവിഭൂഷൺ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. 5 പേർക്ക് പത്മവിഭൂഷണാണ്, 13 പേർക്ക് പത്മഭൂഷണാണ്, 113 പേർക്ക് പത്മശ്രീയാണ്. അപ്പോൾ 5 പേർക്ക് പത്മവിഭൂഷൺ, 13 പേർക്ക് പത്മഭൂഷൺ, 113 പേർക്ക് പത്മശ്രീ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പുരസ്കാരങ്ങൾ നൽകിയിരിക്കുന്നത്. നമുക്കൊന്നും കൂടെ പറയാം. 5 പേർക്ക് പത്മവിഭൂഷൺ, 13 പേർക്ക് പത്മഭൂഷൺ, 113 പേർക്ക് പത്മവിഭൂഷൺ എന്നുള്ള രീതിയിലാണ് 131 പുരസ്കാരങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ നിന്നും ഇത് ലഭിച്ച ആർക്കാണെന്ന് നോക്കുന്നതിന് മുന്നേ പത്മവിഭൂഷൺ ലഭിച്ച 5 ആളുകളേ ഉള്ളൂ. അപ്പോൾ അവരുടെ പേര് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം. കാരണം വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻസ് രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ പത്മവിഭൂഷൺ ലഭിച്ചവരുടെ എത്രയാണ്, അവർ ഏതൊക്കെ മേഖലകളിലായിരുന്നു എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഈ 5 പേരുടെ പേരൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൽ, അദ്ദേഹത്തിന് പോസ്റ്റ്മസ് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പത്മവിഭൂഷൺ പുരസ്കാരം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് കലയായിരുന്നു. ആർട്ട് എന്നുള്ള മേഖലയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കലാമേഖലയിലാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു, മഹാരാഷ്ട്ര ആയിരുന്നു, ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ശ്രീ കെ ടി തോമസ്, ഇദ്ദേഹം കേരളയിട്ടാണ്. പബ്ലിക് അഫെയേഴ്സ് വിഭാഗത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേര് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കണം. കേരളൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ മിസ്സിസ് എൻ രാജം, അവർക്കും കലാമേഖലയിലാണ് നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അപ്പോൾ അവരുടെ ഒരു മേഖലയും അതുപോലെ തന്നെ സംസ്ഥാനവും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ശ്രീ പി നാരായണൻ, ഇദ്ദേഹവും മലയാളിയാണ്. സാഹിത്യവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പുരസ്കാരം നൽകിയിരിക്കുന്നത്. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള പേരാണ് നമ്മളുടെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദൻ്റേത്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പുരസ്കാരം നൽകിയിരിക്കുന്നത്. പബ്ലിക് അഫെയേഴ്സ് വിഭാഗത്തിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സംസ്ഥാനം പറയാത്തന്നെ നിങ്ങൾക്കറിയും, കേരളമാണ്. ഇനി നമുക്ക് കേരളത്തിൽ നിന്നും പത്മവിഭൂഷൺ, പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തികളെ എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ പത്മ അവാർഡ്സ് ഫ്രം കേരളയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ പത്മവിഭൂഷൺ ലഭിച്ചവരുടെ പേരുകൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആരൊക്കെയായിരുന്നു, ശ്രീ കെ ടി തോമസ്,
ഏത് വിഭാഗമായിരുന്നു? പബ്ലിക് അഫയേഴ്സ് വിഭാഗം. അതുപോലെ തന്നെ ശ്രീ പി നാരായണൻ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ശ്രീ വി എസ് അച്യുതാനന്ദൻ പബ്ലിക് അഫയേഴ്സ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച താഴെ തന്നിരിക്കുന്നതിൽ ആർക്കെല്ലാമാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. അല്ലെങ്കിൽ ലഭിച്ച വ്യക്തിയുടെ പേര് തന്നിട്ട് അവർ ഏത് മേഖലയിലായിരുന്നു എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. അതിപ്പോൾ വി എസ് അച്യുതാനന്ദനെ പോലെ നമ്മളുടെ ഒരു മുൻ ചീഫ് മിനിസ്റ്ററൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലത്തെ പേരുകളൊക്കെയാണ് നമ്മൾ എന്തായാലും ഉറപ്പായും കേട്ടിരിക്കും. പക്ഷേ ചില പേരുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത്രത്തോളം കേട്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ശ്രീ കെ ടി തോമസ് എന്ന് പറയുന്നത് പബ്ലിക് അഫെയർ വിഭാഗം, ശ്രീ പി നാരായണൻ ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ശ്രീ വി എസ് അച്യുതാനന്ദൻ പബ്ലിക് അഫയേഴ്സ്. അപ്പോൾ 3 പേർക്കാണ് കേരളത്തിൽ നിന്ന് എന്ത് ലഭിച്ചിട്ടുള്ളത്? പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 3 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി പത്മഭൂഷൺ ആണ് എന്നുണ്ടെങ്കിൽ 2 വ്യക്തികൾക്കാണ്. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് അറിയാം, സിനിമ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശ്രീ മമ്മൂട്ടി. അദ്ദേഹത്തിന് കല എന്നുള്ളൊരു മേഖലയിലാണ് എന്ത് ചെയ്തിട്ടുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചത്. നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു. ശ്രീ മമ്മൂട്ടി ആർട്ട് മേഖലയിലാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിനും പബ്ലിക് അഫയേഴ്സ് വിഭാഗത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓർത്തു നോക്കാം, 3 പേർക്ക് പത്മവിഭൂഷൺ, 2 പേർക്ക് പത്മഭൂഷൺ. അപ്പോൾ 3, 2, 5 പത്മ അവാർഡുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഇനി പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് പത്മശ്രീയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പത്മശ്രീ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 3 പേർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ എ മുത്തുനായകം. അദ്ദേഹത്തിന് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവാർഡ്, പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ശ്രീ എ മുത്തുനായകം. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കലാമണ്ഡലം വിമല മേനോൻ. അവർക്കും ആർട്ട് മേഖലയിലാണ്. ഏത് ആർട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹിനിയാട്ടം നർത്തകിയാണ് അവർ. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ആർട്ട് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഏത് കലാരൂപമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹിനിയാട്ടമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കലാമണ്ഡലം വിമല മേനോൻ ആർട്ട്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കൊല്ലക്കാവിൽ ദേവകി അമ്മ, സാമൂഹ്യ സേവനം, ദാറ്റ് ഈസ് സോഷ്യൽ വർക്കിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കൊല്ലക്കാവിൽ ദേവകി അമ്മ സോഷ്യൽ വർക്കാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സോഷ്യൽ വർക്ക്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആർട്ടായിരുന്നു. ഏതാർട്ടായിരുന്നു? മോഹിനിയാട്ടം. ഇവിടെയാണെങ്കിൽ സയൻസ്. ഈ മേഖലകളിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 3 പത്മവിഭൂഷൺ, 2 പത്മഭൂഷൺ, അതുപോലെ തന്നെ 3 പത്മശ്രീ. അങ്ങനെ 3, 3, 6, 2, 8 പത്മ അവാർഡുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കേരളത്തിലെ വ്യക്തികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 8 പത്മ അവാർഡുകൾ നമ്മുടെ കേരളത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ 8 പേരുടെ പേരും അതുപോലെ തന്നെ അവരുടെ മേഖലയും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ട് നമുക്ക് മേഖല പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അവർക്ക് ലഭിച്ചത് പത്മശ്രീ ആണോ പത്മഭൂഷൺ ആണോ എന്നുള്ള കാര്യത്തിലായിരിക്കും ചെറിയൊരു ഡൗട്ട് വരിക. അതുപോലെ പത്മവിഭൂഷൺ ആണോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഈ ഒരു വിഭാഗത്തിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടും ഇനി വരുന്ന പരീക്ഷകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 131 പേരുകളുണ്ട്. പക്ഷെ അത് മുഴുവനായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പേരുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കേരളത്തിൽ നിന്നുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.